ഹായ് മക്കളെ, എല്ലാവർക്കും എഡ്യൂസ്റ്റാർ ലേണിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ശരത്ത് എന്നാണ്. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഓർഗാനിക് കെമിസ്ട്രി ആണ് അല്ലെ. അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് മക്കളെ നമ്മൾ പഠിച്ചതാണ്. അത് കഴിഞ്ഞ് അതിലെ ഫസ്റ്റ് ക്ലാസ് നെയിമിങ് നമ്മൾ തുടങ്ങി അല്ലേ. ആൽക്കേൻ നെയിമിങ് തുടങ്ങി. ഒരു ബ്രാഞ്ചുള്ള ആൽക്കേൻ നെയിമിങ് വ്യക്തമായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉള്ള ആൽക്കേന്റെ നെയിമിംഗ് ആണ്, നോമൻക്ലേച്ചർ ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ഒരെണ്ണം ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഒരു നെയിം തരാം, നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാവോ? കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം വരയ്ക്കുക മക്കളെ, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: 3-methyl ഹെപ്റ്റേൻ. എന്താ 3-methyl ഹെപ്റ്റേൻ. ആദ്യം ഹെപ്റ്റ് എന്ന് പറയുന്നത് എത്ര കാർബണാറ്റമാണ് എല്ലാവർക്കും അറിയാം. ഹെപ്റ്റ് 7 കാർബണാറ്റമാണ്. അപ്പൊ ഞാൻ 7 1 2 3 4 5 6 7 സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ആൽക്കേൻ ആയതുകൊണ്ട് ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. ഇനി നോക്കാം മക്കളെ, ഇവിടെ ബ്രാഞ്ച് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പാണ് ശാഖ. മീഥൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ CH3 ആണ് ശാഖ. നോക്കിയേ, എത്രാമത്തെ പൊസിഷനിലാണ് ശാഖ വന്നത്? മൂന്നാമത്തെ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് എണ്ണി മൂന്നാമത്തേൽ ഇടാം, റൈറ്റിൽ നിന്ന് എണ്ണി ഇടാം. ഇങ്ങനെ പേര് തന്ന് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞ ക്ലിയർ ആണോ മക്കളെ? നോക്കിയേ, നമുക്ക് നോക്കാം. 1 2 3 ഇവിടെ CH3 ഇടാം, സെറ്റാണ്. ഓക്കെ, ഇനി 1 2 3 ഇവിടെ ഇടാം CH3. ലെഫ്റ്റിന്നോ റൈറ്റിന്നോ എണ്ണി നമുക്ക് ഇടാൻ സാധിക്കും. ഞാൻ ലെഫ്റ്റിൽ നിന്ന് എണ്ണി CH3 കൊടുക്കാൻ പോവാ. കൊടുക്കട്ടെ മക്കളെ, ഇങ്ങോട്ട് നോക്കുക. 1 2 3 ഇവിടെ ഞാൻ എന്തിട്ടു? പറഞ്ഞോടെ, CH3 ഇട്ടില്ലയോ? ഇനി നോക്കി, ഇനി ബാക്കിയുള്ളിടത്ത് ഹൈഡ്രജൻ കൊടുക്കുക. ഞാൻ പറഞ്ഞാണ് ഒരു കാർബൺ ആറ്റത്തിന് 4 ബോണ്ടാണ് വേണ്ടത് അല്ലേ. ഒരു കാർബൺ ആറ്റത്തിന് 4 ബോണ്ട്. നോക്കേ, ഈ കാർബൺ ആറ്റത്തിന് ഒരൊറ്റ ബോണ്ടേ ഉള്ളു, ബാക്കി 3 ബോണ്ടിനടുത്ത് CH3 ഇട്ട് കൊടുക്കുക. ഇവിടെ CH2 ഇട്ട് കൊടുക്കുക. ഇനി നോക്ക, ഈ കാർബൺ ആറ്റത്തിന് 1 2 3 ബോണ്ട് ഓൾറെഡി ഉണ്ട്, ബാക്കി ഒരു ബോണ്ടിന്റെ അടുത്ത് H അല്ലെ. പിന്നെന്താ? CH2 CH3. ഇതാണ് എന്ത്? 3-methyl ഹെപ്റ്റേൻ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കേൻ വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. ഒന്നിൽ കൂടുതൽ ശാഖയുള്ള ആൽക്കേനുകളുടെ നാമകരണമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണ്, സെറ്റാണ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, എളുപ്പമാണ്. ഓക്കെ, ഇപ്പൊ CH3 CH2 CH3. ഇത് 2 ബ്രാഞ്ച് ഉള്ള ഒരു ആൽക്കേനാണ്. എങ്ങനെ മനസ്സിലായി ആൽക്കേൻ ആണെന്ന്? സിംഗിൾ ബോണ്ട് ആണ്. 2 ബ്രാഞ്ച് ഉണ്ട്. ഇതും ഈ തൂങ്ങിക്കിടക്കുന്നതാണ് ബ്രാഞ്ച്. ഇതും 2 ബ്രാഞ്ച് ഉണ്ട്. ഇതിന്റെ പേര് എങ്ങനെ എഴുതാൻ പറ്റുമോ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ നെയിമിങ് ഇട്ട കൂട്ട് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ചെയിൻ നോക്കിയേ, ഇതല്ലേ ഏറ്റവും വലിയ ചെയിൻ. ഒന്ന് എണ്ണിക്ക്, 1 2 3 4 5 ആണ് ഏറ്റവും വലിയ ചെയിൻ. 5 ആവുമ്പോ എന്ത് വരും? പെന്റേൻ എന്ന് വരും. 5 ആവുമ്പോൾ പെന്റേൻ അല്ലേ, അവസാനം പെന്റേൻ എന്ന് വരും. ഇനി ബ്രാഞ്ചിന്റെ പൊസിഷൻ നോക്കുക. ലെഫ്റ്റിൽ നിന്ന് എണ്ണുക, റൈറ്റിൽ നിന്ന് എണ്ണുക. പറ, ലെഫ്റ്റിൽ നിന്ന് എണ്ണുക, റൈറ്റിൽ നിന്ന് എണ്ണുക. നോക്കാം. 1 2 3 4 5. ഓക്കെ, ഇനി 1 2 3 പറ 4 5.
ശ്രദ്ധിക്കാം, ലെഫ്റ്റിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ആണ് CH3 വന്നു. കണ്ടോ? റൈറ്റിന്ന് എണ്ണുമ്പോൾ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് വന്നത്. അപ്പൊ ഏതെടുക്കണം എന്റെ മക്കളൊന്ന് പറഞ്ഞ്, ഏതെടുക്കണം? ഏറ്റവും ചെറിയ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ. ക്ലിയർ? പിന്നെ അവിടെ നിന്ന് എണ്ണിയാണ് പോകുന്നത്. ഏറ്റവും ചെറിയ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എണ്ണിയാണ് അങ്ങോട്ട് പോവുക. 2 ഇവിടെ എടുത്താൽ പിന്നെ ഇങ്ങനെയാണ് 3. അപ്പൊ എന്താ? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലും മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലും എന്ത് വന്നു? മീഥൈൽ ഗ്രൂപ്പ് വന്നു. എത്ര മീഥൈൽ ഗ്രൂപ്പ്? 2 മീഥൈൽ ആണെങ്കിൽ ഡൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ടെട്രാ. അപ്പൊ എന്താ? ഡൈ 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 മീഥൈൽ. മീഥൈൽ 1 2 3 4 5 5ആകുമ്പോൾ പെന്റേൻ. മനസ്സിലായോ? 2 ഡൈമീഥൈൽ പെന്റേൻ എന്ന് പറയും. ക്ലിയർ ആണ്? അപ്പൊ ഇത് മോർ ദാൻ 1 ബ്രാഞ്ച് വരുന്ന, ഒന്നിൽ കൂടുതൽ എന്താണ് ബ്രാഞ്ച് വരുന്ന കേസാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. നോക്കിയേ, അടുത്തയാണ് CH3. ഓക്കെ, ഒരു മിനിറ്റ്. CH3 CH2 CH3 പറഞ്ഞ ഇതിന്റെ പേര് എങ്ങനെ വായിക്കും മക്കളെ? ഓക്കെ, ഇതാണ് ബ്രാഞ്ച്. എല്ലാവർക്കും അറിയാം, ഇതാണ് ശാഖ എന്ന് പറയുന്നത്. 1 2 3 4 5 6 7 കാർബൺ ആറ്റം വരുന്നുണ്ട്. 7 കാർബൺ ആറ്റം വന്നാൽ അതിന്റെ പേരെന്താ? ഹെപ്റ്റേൻ. എന്താണ്? ഹെപ്റ്റേൻ എന്ന് പറയും. ഹെപ്റ്റേൻ. അപ്പോ ഇതുമാണ് ബ്രാഞ്ച്. നോക്കാം, എണ്ണുക. 1 2 3 4 5 6 7. തിരിച്ചെണ്ണുക. 1 2 3 4 5 6 7. ലെഫ്റ്റിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റം അല്ലെ? റൈറ്റിന്ന് എണ്ണുമ്പോൾ 4ാമത്തെ കാർബൺ ആറ്റം. ഏതാ ചെറുത്? 2 ആണോ 4 ആണോ? കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ. 2 അല്ലേ? ചെറിയ നമ്പർ 2. അപ്പൊ എങ്ങനെ വായിക്കും? രണ്ടാമത്തെ പൊസിഷനിലുണ്ട്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. ഓക്കെ, 2 3 4 അല്ലേ? 2 4. എത്ര മീഥൈൽ? 2 മീഥൈൽ. ഡൈ മീഥൈൽ പറഞ്ഞോ? ഹെപ്റ്റേൻ. കണ്ടോ? 2 4 ഡൈമീഥൈൽ ഹെപ്റ്റേൻ എന്ന് പറയും. അടുത്തൊരു എക്സാമ്പിൾ. ഓക്കെ അല്ലേ? CH3 നമുക്ക് മാക്സിമം ചെയ്തു പോവാം. നിങ്ങൾ ഇനി മറക്കരുത് CH3. ഓക്കെ, CH2 CH3. ഓക്കെ, ഇനി പറ മക്കളെ, ഇതൊന്ന് പറഞ്ഞേ. നമുക്കറിയാം ഇതാണ് ഏറ്റവും വലിയ ചെയിൻ അല്ലെ? 1 2 3 4 5 6 7. 7 വരുമ്പോൾ എന്ത് വരും മക്കളെ? 7 വരുമ്പോൾ ഹെപ്റ്റേൻ എന്ന് വരും. വരത്തില്ലേ? ഹെപ്റ്റേൻ എന്ന് വരും. ഇനി അപ്പൊ ഇതല്ലേ ബ്രാഞ്ച്? 1 2 പറഞ്ഞു 3. അതല്ലേ ബ്രാഞ്ച്? അല്ലേ ബ്രാഞ്ച്? ഇനി എണ്ണുക. ഇവിടെ നിന്നും 1 2 3 4 5 6 7. തിരിച്ചു പറ. 1 2 3 4 5 6 7. ലെഫ്റ്റിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ പൊസിഷൻ, റൈറ്റിന്ന് എണ്ണുമ്പോൾ 4ാമത്തെ പൊസിഷൻ. ഏതാണ് ഏറ്റവും ചെറിയ പൊസിഷൻ? 2 ആണ്. അപ്പൊ എന്താ? 2 എണ്ണുക, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിപ്പോവുക. മനസ്സിലായോ? രണ്ടാമത്തേലുണ്ട്, പിന്നെ എത്ര? 3ാമത്തെ. കണ്ട? 2ാമത്തേൽ 3ാമത്തേൽ 4ാമത്തേൽ. അപ്പൊ എന്താ? 2 3 പിന്നെ 4. എത്ര മീഥൈൽ? 3 മീഥൈൽ. അപ്പൊ 3ആകുമ്പോൾ ട്രൈ മീഥൈൽ. എന്ത് വരും? മീഥൈൽ
ഹെപ്റ്റേൻ. കണ്ട 2, 3, 4 ട്രൈമീഥൈൽ ഹെപ്റ്റേൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, CH3 CH2 CH2 CH3 CH3 CH3. അപ്പൊ സാർ നിങ്ങൾ സാറേ അപ്പൊ ലെഫ്റ്റിൽ നിന്ന് മാത്രമല്ല സാർ ഇത് ഇട്ടത്, ഇനി റൈറ്റിൽ നിന്ന് എണ്ണുന്ന ഒന്നിടാവോ, ചെറിയ നമ്പർ വരുന്ന ഒന്നിടാവോ? പിടി നോക്ക, ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഇത് അല്ല ഏറ്റവും വലിയ ചെയിൻ. 1, 2, 3, 4, 5. 5 ആവുമ്പോൾ പറഞ്ഞോ പെൻഡേൻ അല്ലെ? 5 അല്ലേ? 1, 2, 3, 4, 5 പെൻഡേൻ. ഇനി പറ, അപ്പൊ ഇതാണ് ബ്രാഞ്ച് അല്ലേ? അപ്പൊ നോക്കിയേ, ലെഫ്റ്റിൽ നിന്ന് എണ്ണ, റൈറ്റിൽ നിന്ന് എണ്ണ. ഇത് നോക്കുന്നതിന് എല്ലാവർക്കും അറിയാം, റൈറ്റിൽ നിന്ന് എണ്ണുന്നതാണ് ഏറ്റവും ചെറിയ പൊസിഷൻ അല്ലേ? 1, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വന്നു അല്ലേ? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ എങ്ങനെ വായിക്കാം? 2,2 എന്ന് വെച്ച രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. 2,2 എത്ര? മീഥൈൽ പെൻഡേൻ. നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നോക്കിയേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? നിങ്ങൾ നോക്കിയ മക്കളെ, ഇവിടെ H3C എന്ന് വെച്ചാൽ CH3 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് മക്കളെ ഏറ്റവും വലിയ ചെയിൻ. ഇത് വരും. അപ്പൊ ഇവന്മാരാണെന്ത്? ബ്രാഞ്ച് അല്ലേ? ഇവന്മാരാണെന്ത്? ബ്രാഞ്ച് ആയിട്ട് വരിക. നോക്കാം. അപ്പൊ നോക്കിയ നിങ്ങൾ 3 കാർബൺ ആറ്റം ആയതുകൊണ്ട് എന്ത് വരും? പ്രൊപ്പേൻ എന്ന് വരും. പ്രൊപ്പേൻ എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇനി എണ്ണാം. നോക്ക, 1, 2, 3. രണ്ടാമത്തെ തന്നെ 2, 2 ഇതല്ലേ ബ്രാഞ്ച്? 2 മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഡൈമീഥൈൽ 1, 2, 3 പ്രൊപ്പേൻ. 2 ഡൈമീഥൈൽ പ്രൊപ്പേൻ എന്ന് പറയും. ഓക്കെ ആണ്? ഇനി നമുക്ക് തെറ്റാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഇതിന്റെ പേര് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ. 1, 2, 3, 4, 5. 5 ആവുമ്പോ എന്ത് വരും? പെൻഡേൻ എന്ന് വരും. എന്ത് വരും? പെൻഡേൻ എന്ന് വരും. എന്ത് വരും? പെൻഡേൻ. ഓക്കെ, അപ്പൊ ഇതാണെന്ത്? ബ്രാഞ്ച്. ഇതാണെന്ത്? ബ്രാഞ്ച്. ഓക്കെ ആണല്ലോ? ഇനി ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എണ്ണുക. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ബ്രാഞ്ച് വന്നു. കണ്ടോ? റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ എത്രാമത്തെ? 3ാമത്തെയാണ്. അപ്പോൾ നിങ്ങൾ പറ, ഇതിന്റെ പേര് 2, 3 എന്ന് ബ്രാഞ്ച് പറയുവോ? 3, 2 എന്ന് ബ്രാഞ്ച് പറയുവോ? പറ. 2, 3 എന്ന് പറയുവോ? 3, 2 എന്ന് പറയുവോ? ഏറ്റവും ചെറുതല്ലേ? അപ്പൊ എന്താ? 2, 3 അല്ലേ? എത്ര ബ്രാഞ്ച്? 2. ഡൈ അല്ലേ? മീഥൈൽ. ഓക്കെ, പെൻഡേൻ. 2, 3 ഡൈമീഥൈൽ പെൻഡേൻ. 2, 3 ഡൈമീഥൈൽ പെൻഡേൻ. മനസ്സിലായോ? 2, 3 ഡൈമീഥൈൽ പെൻഡേൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അതിലോട്ട് പോയി. ഇപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ആൽക്കേന്റെ നെയിമിംഗ് ആണ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? സെറ്റ് ആണല്ലോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഈ ക്ലാസ് എന്ത് ചെയ്യുക? കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. ഓക്കെ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബണിന്റെ നെയിമിംഗിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കടക്കാം. അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം. നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ.
നമുക്കറിയാം എന്താ അൺസാച്ചുറേറ്റഡ്? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഹൈഡ്രോ കാർബണുകളെ പറയുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ്. ഓക്കെ ആണല്ലോ. അതിൽ ആദ്യത്തെയാണ് ആൽക്കീൻ. ആൽക്കീൻ ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതാണ് ആൽക്കീൻ. ട്രിപ്പിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതെന്താണ്? ആൽക്കൈനാണ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീനും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈനുമാണ്. ഓക്കെ അല്ലേ? ഇനി ആൽക്കീന്റെ പേര് എളുപ്പമാണ്. ആദ്യം പദമൂലം. എന്താ പദമൂലം അല്ലെങ്കിൽ വേറൂട്ട് എന്ന് പറയുന്നത്? ഒരാൽക്കീനിൽ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കാം. 5 കാർബണാറ്റം ആണെങ്കിൽ വേറൂട്ട് 5 പെൻ എന്ന് വരും. 6 കാർബണാറ്റം ആണെങ്കിൽ വേറൂട്ട് പറഞ്ഞോ ഹെക്സ് എന്ന് വരും. 10 കാർബണാറ്റം ആണെങ്കിൽ വേറൂട്ട് പറമക്കളെ ഡെക്കെന്ന് വരും. 1 കാർബണാറ്റം ആണെങ്കിൽ വേറൂട്ട് മെത്തെന്ന് വരും. 2 കാർബണാറ്റം ആണെങ്കിൽ വേറൂട്ട് എത്തെന്ന് വരും അല്ലേ? അപ്പം ആദ്യം അതാണ് പദമൂലം. എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് ഒരു ഹൈഫൻ ഇടുക. അതിന്റെ പേര് എത്തോ മെത്തോ പ്രൊപ്പോ എന്തോ ആയിക്കോട്ടെ, അതിനൊരു ഹൈഫൻ ഇടുക. എന്നിട്ട് ദിബന്ധനത്തിന്റെ സ്ഥാനം, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നോക്കുക. പിന്നെ ഒരു ഹൈഫൻ കൊടുക്കുക. അവസാനം ഈൻ ചേർക്കുക. ഈൻ എളുപ്പമാണ്, ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് നോക്കാം. ഉദാഹരണം CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇത് ഡബിൾ ബോണ്ട് അല്ലേ? അപ്പൊ ഇത് ആൽക്കീൻ അല്ലേ കുഞ്ഞുങ്ങളെ? അതെ, യെസ്, ആൽക്കീനാണ്. ഇതിൻ്റെ അകത്ത് വേറൂട്ട് പറഞ്ഞ് 1 2 3 4 4 നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പേര് ബ്യൂട്ടാണ്. എന്നിട്ട് അതാണ് ആദ്യം പദമൂലം എടുക്കുക, ബ്യൂട്ട്. എന്നിട്ട് ഒരു ഹൈഫൺ കൊടുക്കുക. ഇനി എന്താ? ദിബന്ധനത്തിന്റെ ഡബിൾ ബോണ്ട് സ്ഥാനം നമുക്ക് കൊടുക്കുക. പറഞ്ഞോ, ലെഫ്റ്റിന്ന് എണ്ണുക. 1 2. എപ്പോഴും സ്ഥാനം കൊടുക്കുമ്പോൾ ഏറ്റവും ചെറിയ പൊസിഷനാണ്. 3 4. 1 2 3 4. കണ്ടോ? ലെഫ്റ്റിന്ന് എണ്ണുമ്പോൾ ഈ കാർബണാറ്റങ്ങൾക്കിടയിലല്ലേ ഡബിൾ ബോണ്ട് വന്നത്. ലെഫ്റ്റിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തത് കണ്ട. റൈറ്റിന്ന് എണ്ണുമ്പോൾ ഈ കണ്ട രണ്ടാമത്തെ ഏറ്റവും ചെറിയ 2 കൊടുക്കണ്ട. അതാണ് ദിബന്ധനത്തിന് സ്ഥാനം, പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട്. പിന്നെ ഒരു ഹൈഫൻ ഇടുക. ഹൈഫൺ പിന്നെന്താണ്? ഈൻ എന്ന അവസാനം കൊടുക്കുക. കണ്ട, ബ്യൂട്ട് 2 ഈൻ എന്ന് വരും. എളുപ്പമല്ലേ? ഒന്നുമില്ലടേ. ബ്യൂട്ട് 2 ഈൻ, സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് CH2 CH3. ഓക്കെ, ഇത് ആൽക്കീനാണ് നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ട്? ഇവിടെ ഡബിൾ ബോണ്ട് വന്നുകൊണ്ട്. ഇനി ഇവിടെ എത്ര കാർബണാറ്റം ഉണ്ട്? 1 2 3 4 5 6. 6 ആകുമ്പോൾ നമുക്ക് പറയാം എന്ത്? ഹെക്സാണഡേ എന്ന് പറയാം അല്ലേ? ഇനി നോക്കിയേ, ഡബിൾ ഒരു ഹൈഫൻ കൊടുക്കാം. ഡബിൾ ബോണ്ട് സ്ഥാനം ഇവിടെ നിന്ന് 1 2 3 4 5 6. നമുക്കറിയാം ഈ കാർബണാറ്റങ്ങൾക്കിടയിലാണ് എന്ത് വന്നത്? ഡബിൾ ബോണ്ട് വന്നത് അല്ലേ? അപ്പൊ തിരിച്ചു നോക്കുക. 1 1 2 3 4 5 6. നോക്കിയേ, ലെഫ്റ്റിന്ന് എണ്ണുമ്പോൾ എത്രാമത്തെ കാർബൺ? 4. റൈറ്റിന്ന് എണ്ണുമ്പോൾ 2. ഏറ്റവും ചെറുത് 2 കൊടുക്കുക. അവസാനം ഈനെന്ന് ചേർക്കുക. X2 എളുപ്പമാ, മനസ്സിലായ? X2. ഇനി അടുത്തോളം ഞാൻ പറയട്ടെ. എൻ്റെ ക്വസ്റ്റ്യൻ ഒക്ട് 3 ഈൻ വരയ്ക്കണം. ഒക്ട് 3. ഞാൻ ഒക്ട് എത്ര? 8 അല്ലേ? 1 2 3 4 5 6 7 8. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. മൂന്നാമത്തെ കാർബണാറ്റം അത് ലെഫ്റ്റിന്ന് വേണം റൈറ്റിന്ന് വേണം, അവിടെ ഡബിൾ ബോണ്ട് അല്ലേ?
നോക്കിക്കേ 1 2 3 ഇവന്മാർക്കിടയിലാണ് ഡബിൾ ബോണ്ട് വരിക. കണ്ടോ 1 2 മൂന്നാമത്തേലാണ് ഇവന്മാർക്കിടയിൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും, ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ട്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കാർബൺ ആറ്റത്തിന് 4 വര, എപ്പോഴും പറയാം 4 വര, 4 ബോണ്ട്, 4 ബോണ്ട്. ഓക്കെ, ഒരു ബോണ്ട് ഉണ്ട്, ബാക്കി 3 ബോണ്ടിന് പകരം 3 H കൊടുക്കുക. ഈ കാർബണിന് 1 ഈ പറഞ്ഞോട്ട് 2 വരെയുണ്ട്, അടുത്ത പകരം ഒരു H 2 H കൊടുക്കുക. കണ്ട ഇവിടെ നോക്കിയേ 1 2 1 3 ഉണ്ട്, അപ്പോൾ ഒരു H ഇവിടെ. ഇവിടെ നോക്കിയേ 1 2 ഒരെണ്ണത്തിൽ വരെ H, ബാക്കിയെല്ലാം 2 2 2 3. നോക്കിയേ 1 2 3 4 5 6 7 8 കണ്ടോ, ഒപ്റ്റ് 3 എന്ന് പറയും. എളുപ്പമാണ്, അതാണ് ഈ പറഞ്ഞ പോയിന്റ്. എന്താണ്? പദമൂലം പ്ലസ് ഹൈഫൻ നിബന്ധനത്തിൽ സ്ഥാനം ഹൈഫൻ എന്ന് വരും. ഇനി ഇതേ കൂട്ട് തന്നെയാണ് മക്കളെ ആൽക്കൈന്റെ നെയിമിങ്ങും എഴുതുക. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഈന് പകരം എന്ത് കൊടുക്കുക? അവസ്ഥാനം ഐൻ കൊടുക്കുക. ഇവിടെ നിബന്ധനത്തിന് സ്ഥാനമാണെങ്കിൽ അവിടെ എന്താണ്? ത്രിബന്ധനം. ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ, ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ. വേറെ വ്യത്യാസം ഒന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? നോക്കിയാ മക്കളെ. അപ്പൊ അതിനു മുന്നേ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതേ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിലോട്ട് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതേ. എന്താ ഇത്? പെന്റ് 3 ഈനാണോ പെന്റ് 2 ഈനാണോ? പറ. പെന്റ് 3 ഈനാണോ പെന്റ് 2 ഈനാണോ? പറ. നോക്കിയേ 1 2 3 4 5 5 പെന്റാണ്, അപ്പൊ പെന്റ് ശരിയാ. ഇനി നോക്കിയേ ഈ കാർബണാറ്റങ്ങൾക്കിടയിലല്ലയോ ഡബിൾ ബോണ്ട് വന്നത്. ഇനി പൊസിഷൻ നോക്കിയേ 1 2 3 4 5. 1 2 3 4 5. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ മൂന്നാമത്തെ കാർബണാറ്റം കണ്ട, റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 2 കണ്ട, 1 2. അപ്പൊ ഏറ്റവും ചെറുതായ 2, അപ്പം പെന്റ് 2 എന്ന് വരും. ഇനി ആൽക്കൈൻ ഞാൻ പറഞ്ഞതാണ്, പദമൂലം എഴുതുക, കാർബണാറ്റങ്ങളുടെ എണ്ണം, ഹൈഫൻ ഇടുക, ത്രിബന്ധനത്തിന്റെ സ്ഥാനം മറ്റേ എടുത്ത് ഡബിൾ ബോണ്ടാ, ഇവിടെ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ, വീണ്ടും ഹൈഫൻ ഇടുക. എന്താണ്? ഐനെന്ന് കൊടുക്കുക, പിൻ പ്രത്യയം അല്ലെങ്കിൽ സഫിക്സ് ഐനെന്ന് വരും. വേറെ വ്യത്യാസം ഒന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. CH3 ട്രിപ്പിൾ ബോണ്ട് CH3. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ മക്കളെ 1 2 3 4 1 2 3 4 4 കാർബണാറ്റം വരുമ്പോൾ എന്ത് വരും? ബ്യൂട്ട് എന്ന് വരും അല്ലേ? പദമൂലം വേറൂട്ട് ബ്യൂട്ട്. ഇനി പൊസിഷൻ പറ. ലെഫ്റ്റിൽ നിന്നാണ് 1 2 3 4 1 2 3 4. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ കാർബണാറ്റം, ഇവന്മാർക്കിടയിലല്ലേ ട്രിപ്പിൾ ബോണ്ട് 2. റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 2, അപ്പൊ എന്താ? 2I. കണ്ടോ? ബ്യൂട്ട് 2I എന്ന് വരും. ബ്യൂട്ട് 2I തൊള്ളു കാര്യം. ബ്യൂട്ട് 2I. ഇനി അടുത്തത് നോക്കിയേ CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH2 CH3. ഒന്ന് പറഞ്ഞ മറ്റേ കൂടെ തന്നെ വലിയ കാര്യമൊന്നുമില്ലടേ. 1 2 3 4 5 6 7 കാർബണാറ്റം വന്നാൽ നമുക്ക് പറയാം ഹെപ്റ്റ് എന്ന് വരും. ഒരു ഹൈഫൺ കൊടുക്കുക. ഇനി ഇവിടെ ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഈ കാർബണാറ്റങ്ങൾക്കിടയിലാണ് എന്ത് വന്നത്? ട്രിപ്പിൾ ബോണ്ട് വന്നത്. കണ്ടോ? അപ്പൊ ലെഫ്റ്റിൽ നിന്നുക 1 2 3 നാലാമത്തെ കാർബണാറ്റത്തിൽ വന്നു. കണ്ടോ? 5 6 7 1 2
മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ വന്നു അല്ലേ? അപ്പൊ എന്താ ഏറ്റവും ചെറുത് 3, കാരണം 3 അയിൻ. മനസ്സിലായോ? ഹെപ്റ്റ് 3 അയിൻ എന്ന് വരും. ഹെപ്റ്റ് 3 അയിൻ എന്ന് വരും. 3 എന്ത് വരും? 3 അയിൻ എന്ന് വരും. 3 അയിൻ എന്ന് വരും. 3 അയിൻ എന്ന് വരും. എളുപ്പമാ. ഇനി ഞാൻ ഒരു പേര് തരാം. ഓക്കെ, പെന്റ് 2 അയിൻ നോക്കാം. പെന്റ് ആവുമ്പോൾ 5, 1 2 3 4 5. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ഇത് ഒന്നാമത്തെ കാർബൺ ആറ്റം, രണ്ടാമത്തെ കാർബൺ ആറ്റം, ട്രിപ്പിൾ ബോണ്ട്. തിരിച്ചു വേണമെങ്കിൽ എഴുതാവേ. ഇവിടെ നിന്നും 1 2 ഇവിടെയും കൊടുക്കാം, തിരിച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? ഞാൻ ലെഫ്റ്റിൽ നിന്ന് വന്നേ ഉള്ളൂ. ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ഇനി ബാക്കി എല്ലായിടത്തും എന്താണ്? സിംഗിൾ ബോണ്ട്. ഇനി ഹൈഡ്രജൻ ഇട്ട് പൂരിപ്പിക്കുക. ഞാൻ പറഞ്ഞു കാർബണ് 4 വര, 4 ബോണ്ട്. ഓക്കെ, ഈ കാർബൺ 1 വരയുണ്ട്, ബാക്കി 3 എണ്ണം. ഈ കാർബണിന് 3 ഉം 1 ഉം 4 വര. അപ്പൊ ഇവന് ഹൈഡ്രജൻ വേണ്ട. ഈ കാർബണിന് 3 ഉം 1 ഉം 4 വര, ഇവനും വേണ്ട. ബാക്കി ഇവിടെ CH2 CH3. ഇതാണെന്ത്? ആൽക്കൈന്റെ നെയിമിങ് എന്ന് പറയുക. ആൽക്കൈന്റെ നെയിമിങ്. ഇനി നോക്കിയാ മക്കളെ, ഇതിന്റെ പേര് നോക്കാം. CH3 CH2 പറഞ്ഞേ. ഒന്നാമത്തേന്റെ നെയിമിങ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. 1 2 3 കാർബൺ ആറ്റം ആകുമ്പോൾ പ്രൊപ്പ് എന്ന് വരും. പ്രൊപ്പ് ഒരു ഹൈഫൻ ഇടുക. പ്രൊപ്പ് ഒരു ഹൈഫൻ ഇടുക. ഇനി ലെഫ്റ്റിൽ നിന്ന് എണ്ണുക. 1 2 3 1 2 3. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ നോക്കി രണ്ടാമത്തെ കാർബൺ ആറ്റം. റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ ഒന്നാമത്തെ കാർബൺ ആറ്റം. അപ്പൊ ഏറ്റവും ചെറുതാ പ്രൊപ്പ് 1 അവസ്ഥാനം മീൻ എന്ന് വരും. പ്രൊപ്പ് 1 നീൻ അല്ലെങ്കിൽ പ്രൊപ്പീൻ അല്ലെങ്കിൽ പ്രൊപ്പ് 1 നീൻ. പൊസിഷൻ 1 ആണ് ഒന്നാമത്തെ പൊസിഷൻ. ഈ രണ്ടാമത്തെ കേസ് നിങ്ങളൊന്ന് പറഞ്ഞേ. ഹെക്സ് 2 ഈൻ. ഹെക്സ് വരയ്ക്കുക. ഹെക്സ് വരയ്ക്കുമ്പോൾ എത്ര കാർബൺ ആറ്റം? 6. 1 2 3 4 5 6 അല്ലേ? 6 ഒന്നും കൂടെ ഒരു മിനിറ്റ്. 6 എണ്ണം അല്ലേ ഹെക്സ്? 1 2 3 4 5 6. നമുക്ക് രണ്ടാമത്തെ പൊസിഷന് ഡബിൾ ബോണ്ട്. 1 ഇതാണ്, 1 ഇതാണ്. രണ്ടാമത്തെ ഇവിടെ രണ്ടാമത്തെ ഡബിൾ ബോണ്ട് കൊടുത്തു. തിരിച്ചു കൊടുക്കാവേ. 1 2 ഇവിടെയും കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ തിരിച്ചു കൊടുക്കും. ഈ പ്രാവശ്യം തിരിച്ചു കൊടുക്കാം. നോക്കി 1 2 ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്തു. ലെഫ്റ്റിൽ നിന്ന് കൊടുത്തെന്ന് വിചാരിച്ചു. സോറി, റൈറ്റിൽ നിന്ന് കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ട് ഇട്ട് അങ്ങോട്ട് പൂരിപ്പിക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു കാർബൺ ആറ്റത്തിന് 4 ബോണ്ട്. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ബാക്കി CH3 കൊടുക്കുക. ഇവിടെ നോക്കിയേ 1 2 ബാക്കി 2 എടുത്ത് 2 ഹൈഡ്രജൻ അല്ലയോ? ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, 2 ബോണ്ട്, ബാക്കി 2 എണ്ണത്തിന് പകരം ഹൈഡ്രജൻ. നോക്കിയേ ഈ കാർബൺ ആറ്റം നോക്കിയേ 1 2 3 ആകുമ്പോൾ ബാക്കി ഒരെണ്ണം H. ഇവിടെ നോക്കിയേ 1 1 2 3 ബാക്കി ഒരെണ്ണം. കണ്ടോ? ഇതാണ് ഹെക്സ് 2 ഈൻ. ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് കണ്ടോ? ഇതിന്റെ പേര് മൂന്നാമത്തത്. ഒന്ന് പറഞ്ഞ മൂന്നാമത്തത്. 1 2 3 4 5. 5 ആകുമ്പോൾ എന്ത് വരും? 5 ആകുമ്പോൾ മൂന്നാമത്തെ 5 ആകുമ്പോൾ എന്ത് വരും? പെന്റ് എന്ന് വരും. പെന്റ് ഹൈഫ ഇടുക. ഇവ ട്രിപ്പിൾ ബോണ്ടാ. ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ നോക്കാം. എണ്ണ 1 2 3 അല്ലേ? 4 5 അല്ലേ? തിരിച്ചു പറ.
1 2 3 4 5. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ പൊസിഷൻ കണ്ട, രണ്ടാമത്തെ പൊസിഷൻ. റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ മൂന്നാമത്തെ കാർണാറ്റ്. ഇവിടെ 2 3 2 22 I എന്ന് വരും. കണ്ടോ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. നാലാമത്തെ ഹെപ്റ്റ് 3i. ഹെപ്റ്റ് 3i. ഹെപ്റ്റ് ആകുമ്പോൾ 7 1 2 3 4 5 6 7. ഹെപ്റ്റ് 3i 3i. മൂന്നാമത്തെ കാർണാറ്റ്. നിങ്ങൾ പറ, എണ്ണ അറിയണം. 1 2 3. മൂന്നാമത്തെ കാർബണാറ്റത്തിന് എന്ത് കൊടുക്കുക? ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുക. ബാക്കി എല്ലായിടത്തും എന്താണ്? സിംഗിൾ ബോണ്ട് കൊടുത്ത് പൂരിപ്പിക്കുക. നമുക്കറിയാം, എപ്പോഴും ഞാൻ പറയുന്നതല്ലേ, ഒരു കാർബണിന് 4 ബോണ്ട്. 1 ബോണ്ട് ഉള്ളെങ്കിൽ ബാക്കി 3 ഹൈഡ്രേറ്റ് കൊടുക്കുക. 2 ബോണ്ട് ഉണ്ടെങ്കിൽ 2 ഹൈഡ്രേറ്റ് കൊടുക്കുക. 4 ബോണ്ട് ഉണ്ടെങ്കിൽ ഹൈഡ്രേറ്റ് വേണ്ട. ഓക്കെ, ഇനി പറ, ഇവിടെ 1 ബോണ്ട് ഉണ്ട്, ബാക്കി 3 എണ്ണം വേണം, അതിന് വരെ 3 ഹൈഡ്രേറ്റ്. ഇവിടെ നോക്കി 1 2 ബോണ്ട് ഉണ്ട്, ബാക്കി 2 എണ്ണത്തിന് വേണം ഹൈഡ്രേറ്റ്. ഇവിടെ നോക്കി 3 ഉണ്ടോ, 1 2 3 4 ഹൈഡ്രേറ്റ് വേണ്ട. ഇവിടെ നോക്കി ഈ കാർബണേറ്റം 1 2 3 4 ഹൈഡ്രേറ്റ് വേണ്ട. ഇവിടെ നോക്ക് 1 2 ബോണ്ട് ഉണ്ട്, ഇനി 2 ബോണ്ട് വേണം, 2 വര വേണം, അതിന് പകരം എന്ത് ചെയ്യുക? 2 ഹൈഡ്രേറ്റ്. ഇനി നോക്കിയേ 1 2 അല്ല, ഈ കാർബണേറ്റം 1 2, ഇനി 2 വര വേണം, അതിന് പകരം 2 ഹൈഡ്രേറ്റ്. ഇനി നോക്കിയേ 1 1, ഈ കാർബണേറ്റം 1 വരയേ ഉള്ളു, ബാക്കി 3 വര വേണം, 3 ഹൈഡ്രേറ്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താണ് ആൽക്കീൻ ആൽക്കൈൻ്റെ നെയിമിങ് ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അടുത്ത ക്ലാസ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞാൽ ഐസോമെറിസമാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ബൈ, സി യു.